Jinsi, good morning. Good morning, Arabi. Good morning, Angel. Good morning, ma'am. Good morning, Uma. First page. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Yes, ma'am. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എല്ലാവരുടെയും PDF ഉണ്ടല്ലോ. Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. പുതിയ ചാപ്റ്റർ ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലേ? എന്താ ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാകില്ല അല്ലേ? അപ്പൊ OT, അപ്പൊ OT ഇനി എവിടെ കണ്ടാലും എന്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരണം? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ഓടി വരണം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂം. ക്ലിയർ ആണല്ലോ? ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാലും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? സർജൻസ് സർജറീസ് ചെയ്യുന്ന സ്പെഷ്യൽ റൂമിനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ആ സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ OT, അതും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. സർജൻസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ആ സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ റൂം എന്ന് പറയാൻ കാരണം എന്താ? നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള റൂമുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? വാക്സിനേഷൻ റൂം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് റൂം ഉണ്ടായിരിക്കാം, കൺസൾട്ടേഷൻ റൂം, അങ്ങനെ പലതരം റൂമുകൾ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത്? ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്ത് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൂടാതെ അതൊരു എന്താണ് ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, ഒരു സ്റ്റെർലി എൻവയോൺമെന്റ് ആയിരിക്കണം, അണുവിമുക്തമായ ഒരു റൂം ആയിരിക്കണം. പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, ഡിവൈസുകൾ ആ റൂമിൽ ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ സർജറി കണ്ടക്ട് ചെയ്യുന്നതിന് ആ പ്രോസസ്സിൽ യൂസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അഡ്വാൻസ്ഡ് ഡിവൈസസ് ആ റൂമിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ധാരാളം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു റൂമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ കേട്ടോ. ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body take place. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? സാധാരണ ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി, അപ്പൊ നിങ്ങളത് ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോയിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റലില് ആണോ? ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണോ ആ റൂം അല്ലെങ്കിൽ ആ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നത്? No, ma'am. No, ma'am. കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് റൂമിലോ വെച്ചാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. പക്ഷേ ഓപ്പറേഷൻ റൂമിൽ നടക്കുന്ന പ്രോസസ് എന്താണ്? ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് ഒരു ചെറിയ മുറിവുണ്ടാക്കി, ഓക്കെ, ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലൂടെ സർജറി ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് ശരീരത്തില് ഒരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? ശരീരത്തില് ഒരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇത്തരം മുറിവുണ്ടാക്കുന്നത്? ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിനുള്ളിലൂടെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ്, കീ ഹോളില് ലാപ്രോസ്കോപ്പി അതേപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും പരിക്കുകളെ ഭേദപ്പെടുത്തും. പിന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്തരം പ്രോസസ്സ്, ഇത്തരം
ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഇത്തരം ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശരീരത്തിൽ ഇത്തരം മുറിവുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മുറിവുകളിലൂടെ ശരീരത്തിനകത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ്? An operation theatre is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body take place. പേഷ്യന്റിന്റെ ബോഡിയുടെ അകത്ത്, ശരീരത്തിനകത്തേക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ശരീരത്തിൽ എന്താണ് ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു. ഈ മുറിവിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. This may contain either minimally invasive procedures. അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർജറീസ് ഉണ്ട്, പലതരത്തിലുള്ള സർജറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1-2 എക്സാമ്പിൾസ് പറയാവോ ശ്രീഹരി? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂട്ടെ. ശ്രീഹരി അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? നമ്മൾ പലതരം സർജറീസ് കേട്ടിട്ടുണ്ട്, ഏതൊക്കെയാണ്? പറയാ, ഏതൊക്കെ സർജറീസ് കേട്ടിട്ടുണ്ട്? ഹാർട്ട് സർജറി, കീഹോൾ സർജറി. കീഹോൾ സർജറി കേട്ടിട്ടുണ്ട് അല്ലേ? ഹാർട്ട് സർജറി, ലേസർ സർജറി. ഓക്കെ, ശ്രീഹരി അൺമ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ കീഹോൾ സർജറി ചെയ്യാം, ലേസർ സർജറി ഉണ്ട്, റോബോട്ടിക് അസിസ്റ്റന്റ് സർജറി ഉണ്ട്, റോബോട്ടിന്റെ സഹായത്താൽ ചെയ്യുന്ന സർജറീസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഈ കീഹോൾ സർജറി തന്നെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, കീഹോൾ സർജറി തന്നെയാണ് ലാപ്രോസ്കോപ്പി സർജറി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരം സർജറീസ്, പലതരം സർജറീസ് ഒരു പേഷ്യന്റിൽ ചെയ്യാറുണ്ട്. അതായത് ചെറിയ മുറിവുണ്ടാക്കിയിട്ട് സർജറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ മുറിവിലൂടെയും സർജറി ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ കീഹോൾ സർജറി എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട്, അതായത് ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ ഈ ലാപ്രോസ്കോപ്പ്, എന്താണ് ഈ ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം ലാപ്രോസ്കോപ്പ്? ഹൈ ഇന്റൻസി ലൈറ്റും ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറയും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള തിൻ ട്യൂബ് ആണ് ലാപ്രോസ്കോപ്പ്. ഓക്കെ, ലാപ്രോസ്കോപ്പ് ഒരു ലോങ് തിൻ ട്യൂബ് ആണ്. അതിൽ ഹൈ ഇന്റൻസി ലൈറ്റും പിന്നെന്താണ് ഹൈ റെസൊല്യൂഷൻ ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ട്യൂബ് എന്ത് ചെയ്യും? ഈ ലാപ്രോസ്കോപ്പ് ട്യൂബ് നമ്മൾ ഒരാളുടെ പേഷ്യന്റിന്റെ ചെറിയ മുറിവിലൂടെ, ഓക്കെ, ചെറിയ മുറിവാണ് കീ ഹോളിൽ ചെയ്യണത്. ഈ സ്മോൾ ഇൻസിഷനിലൂടെ, ഈ ചെറിയ മുറിവിലൂടെ ഇത്തരം ലാപ്രോസ്കോപ്പ് എന്ത് ചെയ്യും? ഒരാളുടെ ശരീരത്തിലേക്ക്, ആ പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ആ വേർഡിൽ തന്നെയുണ്ട് കീഹോൾ. ഓക്കെ, ഒരു ചെറിയ മുറിവിലൂടെ ഈ ലാപ്രോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്ത് അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയർ സച്ച് ആസ് കീഹോൾ സർജറി. ഓക്കെ, മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ മുറി ഉണ്ടാക്കിയിട്ട് സർജറി ചെയ്യുന്നത്. ഓക്കെ, ലാർജ് ഇൻസിഷൻ, ലാർജ് മുറിവ് ഉണ്ടാക്കി സർജറി ചെയ്യുന്നതുണ്ട്, അതാണ് ഓപ്പൺ സർജറി എന്ന് പറയും. അത് ട്രഡീഷണൽ മെത്തേഡ് ആണ്. നമുക്ക് എവിടെയാണോ, ഏത് ഭാഗത്താണോ ആ പെർട്ടിക്കുലർ ഏരിയയിൽ വലിയ മുറിവുണ്ടാക്കി അതിനകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. ഓക്കെ, വലിയ മുറിവുണ്ടാക്കിയിട്ട് അത്തരം സർജറീസ് ആണ് ഓപ്പൺ സർജറി. അത് ട്രഡീഷണൽ മെത്തേഡ് ആണ്. ഓക്കെ, ഇപ്പോഴെങ്ങനെയാണ്? ഇത്തരം ചെറിയ ഹോളിലൂടെ അല്ലെങ്കിൽ ചെറിയ ഇൻസിഷനിലൂടെ ഇത്തരം എക്യുപ്മെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അപ്പോ ഈ മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് കീഹോൾ സർജറി എഴുതാം. ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ് ചെയ്യുക, അതിലൂടെ സർജറി ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി. അതിനൊരു എക്സാമ്പിൾ ആണ് കീഹോൾ സർജറി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കീഹോൾ സർജറി ക്ലിയർ ആണല്ലോ. എന്താണ്? ഹൈ ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റും ഒരു ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു ക്യാമറയും, അതായത് ലൈറ്റും ക്യാമറയും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ്, ഒരു ലോങ് ആയിട്ടുള്ള തിൻ ട്യൂബ് ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിനിമൽ ഇൻവേസീവ് സർജറിക്ക് എക്സാമ്പിൾ ആണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. മിനിമൽ ഇൻവേസീവ് സർജറി വിച്ച് മീൻസ് എന്താണ്? ചെറിയ മുറിവിലൂടെ സർജറി ചെയ്യുന്നത്. ഓക്കെ, then open surgery where surgeons make larger cuts to reach the internal organs. ഈ ഓപ്പൺ സർജറിയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഓപ്പൺ സർജറി എന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ മെത്തേഡ് ആണ്. സർജൻ എന്ത് ചെയ്യും? ശരീരത്തില് ആ പെർട്ടിക്കുലർ ഏരിയയില്
ഏതു ഭാഗത്താണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ വലിയ മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? യെസ് മാം. ഈ ഓപ്പൺ സർജറി അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ഉണ്ടല്ലോ, ഈ ഓപ്പൺ സർജറിയും ഈ മിനിമൽ ഇൻവേസീവ് സർജറി, ഇതേപോലെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് സർജറി ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ഓപ്പൺ, നമുക്ക് ഇൻസിഷന്റെ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് മുറിവ്, എങ്ങനെയാണ് ഓപ്പൺ സർജറിയിൽ ലാർജ് മുറിവായിരിക്കും, ലാർജ് ഇൻസിഷൻ ആയിരിക്കും, വലിയ മുറിവുണ്ടാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ. വേറെ കീഹോൾ സർജറിയിൽ എങ്ങനെയാണ്? കീഹോൾ സർജറിയിൽ സ്മോൾ ഇൻസിഷൻ ആയിരിക്കും, ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഡിഫറൻസ് ആണ്. പിന്നെന്താണ്? പെയിൻ എങ്ങനെയായിരിക്കും കമ്പയർഡ് ടു ഓപ്പൺ സർജറി? ഓപ്പൺ സർജറി അപേക്ഷിച്ച് ഈ സ്മോൾ അല്ലെങ്കിൽ കീഹോൾ സർജറീസിന്റെ പെയിൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. ഓപ്പൺ സർജറി അപേക്ഷിച്ച് കീഹോൾ സർജറി ചെയ്യുന്ന പേഷ്യന്റിന് പെയിൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. പിന്നെ എന്ത് ഡിഫറൻസ് ആ ഉള്ളത്? ഹീലിംഗ് മെത്തേഡ്, ഹീലിംഗ് എങ്ങനെയായിരിക്കും? ക്വിക്ക് ഹീലിംഗ് ആയിരിക്കും അല്ലെ? പെട്ടെന്ന് അത് ഭേദപ്പെടും, ആ മുറിവ് പെട്ടെന്ന് ഭേദപ്പെടും. ഏതിലും? കീഹോൾ സർജറിയിൽ, which means minimal invasive surgery. ഓക്കെ. മിനിമൽ ഇൻവേസീവ് സർജറിയിൽ മുറിവ് എങ്ങനെയാണ്, അസുഖം എങ്ങനെയാണ് പെട്ടെന്ന് പൂർണ്ണമാകും അല്ലെങ്കിൽ ഭേദപ്പെടും. ഓക്കെ. ക്വിക്ക് ഹീലിംഗ് ആണ്. വേറെ ഓപ്പൺ സർജറിയിൽ എങ്ങനെയാണ്? ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് ടൈം എടുക്കും അതൊന്ന് അതിൽ നിന്ന് റിക്കവർ ആകാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ ഡിഫറൻസ് മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? കീഹോൾ സർജറി ആൻഡ് ഓപ്പൺ സർജറി. ഓക്കെ. ക്ലിയർ ആണല്ലോ? പിന്നെന്താ പറയുന്നത്? എന്തോ റോബോട്ട് അസിസ്റ്റഡ് സർജറി. അപ്പൊ നമ്മൾ എന്തൊക്കെ സർജറി പഠിച്ചു? മിനിമലി ഇൻവേസീവ് സർജറി പഠിച്ചു, അതായത് കീഹോൾ, ചെറിയ മുറിവുണ്ടാക്കിയിട്ട്. ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറിയും സെയിം ആണ്, അതായത് ചെറിയ മുറിവിലൂടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ ലാർജ് ഇൻസിഷനിലൂടെ സർജറി ചെയ്യുന്നതാണ് ഓപ്പൺ സർജറി. ഓക്കെ. നെക്സ്റ്റ് വൺ റോബോട്ട് അസിസ്റ്റഡ് സർജറി. Robot assisted surgery allows surgeons to perform certain procedures through small incision, ചെറിയ മുറിവ്, small incisions. ഓക്കെ. ഇപ്പൊ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിൽ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കീഹോളിന്റെ കാര്യം പറഞ്ഞില്ലേ, ലാപ്രോസ്കോപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ആരാണ്? സർജൻ ആണ്. ആ ക്യാമറയും ആ ലൈറ്റും അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്യൂബ്, ആ ലോങ് തിൻ ട്യൂബ് പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ആരാണ്? അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, ആ ഓപ്പറേഷനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജൻ ആണ്. ഓക്കെ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിൽ എന്താ പ്രത്യേകത? ഇത്തരം പ്രോസസ്, ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആരാ? ഇത്തരം ഈ ലാപ്രോസ്കോപ്പ് പോലുള്ള എക്യുപ്മെന്റ്സ്, ഡിവൈസുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് ആരുടെ സഹായത്തോടെയാ? റോബോട്ട്. ഓക്കെ. റോബോട്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത്തരം റോബോട്ട് അസിസ്റ്റന്റ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. അപ്പോ ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറിയുടെ പ്രത്യേകത എന്താണ്? ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യണം? പേഷ്യന്റിന്റെ CT സ്കാൻ എടുക്കും അവര്. ഓക്കെ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ത് ചെയ്യും? ഇതിന്റെ CT സ്കാൻ എടുക്കും. CT സ്കാൻ എടുത്തിട്ട് അതിന്റെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യും അവര്. ഏത് പെർട്ടിക്കുലർ ഏരിയ ഭാഗത്താണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു CT സ്കാൻ എടുത്തിട്ട് അതിന്റെ 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ അവർ പ്ലാനുകൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഈ ഭാഗത്താണ് ഇത്ര ആഴത്തിലുള്ള മുറിവുണ്ടാക്കണം, ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഈ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, സർജൻസ് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഈ പ്ലാനിങ്ങിന് ശേഷം ഇത്തരം പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാ? അപ്പൊ റോബോട്ട്സിനെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ സർജൻസിന്റെ മിസ്റ്റേക്ക് മൂലം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഹോസ്പിറ്റൽസ് നമ്മൾ മീഡിയാസിൽ കേൾക്കുന്നതാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? ഡോക്ടറിന്റെ കയ്യബദ്ധം മൂലം പേഷ്യന്റ് മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പേഷ്യന്റിന് ഉണ്ടായി, കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്തരം മിസ്റ്റേക്സ് കുറയ്ക്കാനായിട്ട് ആർക്ക് ഹെൽപ്പ് ചെയ്യും? ഏത് പ്രോസസ്സിലൂടെ ഹെൽപ്പ് ചെയ്യും? ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറി ഹെൽപ്ഫുൾ ആണ്.
അതായത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈ ആക്യുറേറ്റ് ആയിരിക്കും, കൃത്യതയാർന്ന റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യതയാർന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള സർജിക്കൽ പ്രോസസ്സിലൂടെയാണ് ഇത്തരം പേഷ്യൻസ് കടന്നു പോകുന്നത്. ക്ലിയർ ആണോ? റോബോട്ട് അസിസ്റ്റഡ് സർജറി ക്ലിയർ ആണോ? Okay, then operation theatre is otherwise known as operating rooms. മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ആൻ ഓപ്പറേഷൻ തിയേറ്റർ, ഓൾസോ നോൺ ആസ് ആൻ ഓപ്പറേറ്റിംഗ് റൂം, okay, is a special room in a hospital where surgeons perform surgeries. സർജൻസ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോ? ആൻ ഓപ്പറേഷൻ തിയേറ്റർ, ഓൾസോ നോൺ ആസ് ആൻ ഓപ്പറേറ്റിംഗ് റൂം, is a special room in a hospital. Is a special room in a hospital where surgeons perform surgeries. surgeons, surgeons perform surgeries. കിട്ടിയോ? ഒന്നും കൂടി പറയാം മാം. പറയാം. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയാമോ? പറയാം. An operation theatre, also known as an operating room, also known as an operating room, comma, is a special room, is a special room in a hospital. Is a special room in a hospital where WHERE, where, okay, where surgeons, SURGEONS, where surgeons perform surgeries, where surgeons perform surgeries. കിട്ടിയോ? യെസ് മാം. യെസ് മാം. മിസ് സർജറീസ് എന്നുണ്ടോ അല്ലെങ്കിൽ സർജറി മാത്രമേ ഉള്ളോ? സർജറീസ്, IES, സർജറീസ്. ഓക്കെ, സർജറീസ് ചെയ്യുന്ന ആ സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വേറൊരു പേരെന്താ? ഓപ്പറേറ്റിംഗ് റൂം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് റൂമും ഓപ്പറേഷൻ തിയേറ്ററും എന്താണ്? സെയിം മീനിങ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാ ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചത്? എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പഠിച്ചു. എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് റൂം? സർജൻസ് ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ആ സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ആ റൂമിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ആ റൂം എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റെർലി എൻവയോൺമെന്റ് ആയിരിക്കണം, അതായത് അണുവിമുക്തമായിരിക്കണം. ഓക്കെ, നമ്മൾ സർജറീസ് കണ്ടക്ട് ചെയ്യുന്നതിലെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്താണ്? ആ മുറിവിലൂടെ അസുഖങ്ങൾ സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് ആ റൂം എങ്ങനെയായിരിക്കണം? സ്റ്റെർലി എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അണുവിമുക്തമായ റൂം ആയിരിക്കണം. പിന്നെന്താണ്? ഇത്തരം സർജറീസിന്റെ പ്രോസസ്സിൽ യൂസ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ല അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റിൽ. ഓക്കെ, എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. അപ്പോ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്താ പറയുന്നത്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തില് മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ മുറിവുണ്ടാക്കി ശരീരത്തിനകത്ത് എന്തെങ്കിലും ഇഞ്ചുറീസ് എന്താണ് ഭേദപ്പെടുത്തുകയോ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഭാഗങ്ങൾ, നമുക്കറിയാം ചില മുഴകളൊക്കെ വരാം അല്ലെ, അപ്പൊ ഈ അബ്നോർമൽ ഗ്രോത്തിനെ റിമൂവ് ചെയ്യാനോ വേണ്ടിയാണ് ഇത്തരം ഇൻസിഷൻസ് അല്ലെങ്കിൽ ഇത്തരം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്, അതായത് ചെറിയ മുറിവിലൂടെ സർജറി ചെയ്യുന്നതുണ്ട്. പിന്നെന്താണ്? ലാർജ് ഇൻസിഷനിലൂടെ സർജറീസും ഉണ്ട്, അതായത് വലിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സർജറീസും ഉണ്ട്.
അപ്പൊ മിനിമൽ ഇൻവേസീവ് സർജറിക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ കീഹോൾ സർജറി എഴുതാം. ഓക്കെ, ചെറിയ മുറിവിലൂടെയാണ് കീഹോൾ സർജറിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കീഹോൾ സർജറി? കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലാപ്രോസ്കോപ്പ്, അതായത് ഒരു ലോങ് തിൻ ആയിട്ടുള്ള ട്യൂബില് ക്യാമറയും ലൈറ്റും അറ്റാച്ച് ചെയ്ത ഒരു ലോങ് തിൻ ട്യൂബ് ആണ് ലാപ്രോസ്കോപ്പ്. ഈ ലാപ്രോസ്കോപ്പ് ശരീരത്തിൽ ആ ചെറിയ സ്മോൾ ഇൻസിഷനിലൂടെ, ആ ചെറിയ മുറിവിലൂടെ ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് മിനിമൽ ഇൻവേസീവ് സർജറി ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ സർജറി ഉണ്ട്. ഓപ്പൺ സർജറിയിൽ എന്താ പ്രത്യേകത? ശരീരത്തിൽ വലിയ മുറിവുണ്ടാക്കിയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരീരത്തിൽ വലിയ മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെയാണ് സർജൻസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ, ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാ? ഇതിലെങ്ങനെയാണ് പെയിൻ കുറവായിരിക്കും ഓപ്പൺ സർജറി അപേക്ഷിച്ച്. കീഹോൾ സർജറിയിൽ പെയിൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പിന്നെന്താണ്? ചെറിയ മുറിവിന്റെ കേസ് ആണെങ്കിൽ ഓപ്പൺ സർജറിയിൽ ലാർജ് ഇൻസിഷൻ ആണ്. ഓക്കെ, വലിയ മുറിവാണ്. വേറെ കീഹോൾ സർജറിയിൽ എങ്ങനെയാണ്? സ്മോൾ ഇൻസിഷൻ ആണ്, ചെറിയ മുറിവാണ്. ഓക്കെ, പിന്നെ ക്വിക്ക് ഹീലിംഗ് എങ്ങനെയാണ്? ഓപ്പൺ സർജറിയിലും ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ടൈം എടുക്കും. എന്നാൽ കീഹോൾ സർജറിയിൽ എങ്ങനെയാ? ക്വിക്ക് ഹീലിംഗ് ആണ്, പെട്ടെന്ന് അത് ഹീലാകും. ഓക്കെ, പിന്നെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസ്. എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസിൽ പറയുന്നത്? ഡോക്ടർ ഡയറക്റ്റ് ഇത്തരം പ്രോസസ്സ് ചെയ്യാതെ ഫസ്റ്റ് ആ പേഷ്യന്റിന്റെ ഏത് ഭാഗത്താണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, ആ ഭാഗത്തിന്റെ CT സ്കാൻ എടുത്ത് അതിന്റെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്, ഏതു ഭാഗമാണ് റിമൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, എത്തരത്തിലുള്ള മുറിവാണ്, എത്ര ആഴത്തിലുള്ള മുറിവാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു മോഡലിൽ പ്ലാൻ ചെയ്യും. ഈ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യിക്കുന്നത് റോബോട്ടിനെ കൊണ്ടായിരിക്കും. ഓക്കെ, ദ ഹെൽപ്പ് ഓഫ് റോബോട്ടിന്റെ സഹായത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഹൈ ആക്യുറേറ്റ് ആണിത്. ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? വളരെ കൃത്യതയാർന്ന പ്രവർത്തനമായിരിക്കും റോബോട്ട് അസിസ്റ്റന്റ് സർജറിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂം. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ്, OR എൻവയോൺമെന്റ്. കണ്ടോ, ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യൽ റൂം ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ആ റൂമിനുള്ളത് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജെം ഫ്രീ എൻവയോൺമെന്റ്. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം, അതായത് അണുവിമുക്തമായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജറീസ് ആണ് ആ റൂമിൽ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇത്തരം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളിലൂടെ എന്താണ്? രോഗാണുക്കൾ ആ പേഷ്യന്റിന്റെ ശരീരത്തിനകത്ത് പ്രവേശിക്കാനും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും ഇത്തരം ഈ ജെം ഫ്രീ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്താണ്? ക്ലീൻ അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട്. പിന്നെ അതേപോലെ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സും ഡിവൈസും എങ്ങനെയായിരിക്കണം? സ്റ്റെറിലി ആയിരിക്കണം, അല്ലെങ്കിൽ ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടിയാലോ? ഓപ്പറേറ്റിംഗ് റൂംസ് എങ്ങനെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം, അണുവിമുക്തമായിരിക്കണം. ദെൻ all personnel should wear protective clothing named scrubs as well as shoe covers, masks, caps, eye shield and other coverings to prevent the spread of germs. ഓക്കെ, അവിടെയുള്ള എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അല്ലെങ്കിൽ ഈ സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ പഠിച്ചു? PPE പഠിച്ചില്ലേ? അതേപോലെ ഈ ഓപ്പറേഷൻ റൂമിൽ വെയർ ചെയ്യേണ്ട ചില ഡ്രസ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അതിന്റെ പേരാണ് സ്ക്രബ് എന്ന് പറയും. ഓക്കെ, അവര് ആ ഓപ്പറേഷൻ റൂമിൽ വെയർ ചെയ്യുന്ന ഡ്രസ്സ് കണ്ടിട്ടില്ലേ? ആ റൂമിനെയാണ് നമ്മൾ സ്ക്രബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സ്ക്രബ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഷൂ കവേഴ്സ് ആയിരിക്കണം. പിന്നെന്താണ്? മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരം ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്താണ്? വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത്തരം ഇത് വെയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ വെയർ ചെയ്യുന്നത്?
പ്രിവെൻഷൻ, എന്തെങ്കിലും പ്രിവെൻഷൻ ചെയ്യാനായിട്ട് അസുഖങ്ങൾ സ്പ്രെഡ് ആകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽസ് അവർ വെയർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, അവർ വെയർ ചെയ്യുന്ന ക്ലോത്തിന്റെ പേരാണ് സ്ക്രബ്സ് എന്ന് പറയും. ഓക്കെ, സ്ക്രബ്, SCRUBS, സ്ക്രബ്സ്. പിന്നെന്താണ്? ഷൂ കവേഴ്സ് ഉണ്ടായിരിക്കണം, മാസ്ക്, ക്യാപ്, ഐ ഷീൽഡ് തുടങ്ങിയ കാര്യങ്ങള് അസുഖങ്ങൾ പടരാതിരിക്കാനായിട്ട് തടയുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ അവർ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ധരിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? The operating room should be luminous and the temperature should be very cool. ഓപ്പറേഷൻ റൂമിൽ എന്താണ്? ആവശ്യത്തിന് എന്താണ്? ബ്രൈറ്റ് ഉണ്ടായിരിക്കണം, ലൈറ്റ് ഉണ്ടായിരിക്കണം, ലൂമിനസ് ആയിരിക്കണം. ഓക്കെ, ബ്രൈറ്റ് ആയിരിക്കണം. പിന്നെന്താണ്? ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം ഓപ്പറേഷൻ റൂമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പിന്നെന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻ to help prevent infection through bacterial filtration system. ഓക്കെ, അത് പറഞ്ഞുതരാം. അപ്പൊ അതിനു മുൻപ് എന്തൊക്കെയാണ് ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ജെം ഫ്രീ ആയിരിക്കണം. പിന്നെന്താണ്? പ്രൊട്ടക്റ്റിംഗ് ക്ലോത്ത്സ്, സ്ക്രബ്സ്, ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ് പോലുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് അവര് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? എന്തിനു വേണ്ടിയാ കവർ ചെയ്യേണ്ടത്? സ്പ്രെഡ്, ഡിസീസസ് അല്ലെങ്കിൽ ജെംസ് സ്പ്രെഡ് ആകാതെ തടയുന്നതിന് വേണ്ടി ഇത്തരം ക്ലോത്ത്സ് അവർ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ലൂമിനസ് ആയിരിക്കണം, ബ്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന ഒരു റൂം ആയിരിക്കണം. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഷുഡ് ബി വെരി കൂൾ, കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് മനസ്സിലായോ? പിന്നെന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോയിന്റ് എന്താ? ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. എന്തോ? ക്ലിയർ ആയില്ല എനിക്ക്. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻ ചെയ്ത റൂം ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. നമുക്കറിയാം എയർ കണ്ടീഷൻ ചെയ്ത റൂമിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ബാക്ടീരിയാസ് എന്താണ്? സ്പ്രെഡ് ആകില്ല, ബാക്ടീരിയാസ് ഗ്രോ ചെയ്യില്ല. ഓക്കെ, എയർ കണ്ടീഷൻ റൂമിൽ ബാക്ടീരിയാസ് എങ്ങനെയാണ്? ഇനാക്റ്റീവ് ആണ്. മനസ്സിലായോ? ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ ഇത്തരം ബാക്ടീരിയാസിനെ ആ എയറിലുള്ള ഇത്തരം ബാക്ടീരിയാസിനെ, ആ വായുവിലുള്ള ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്ത് എന്താണ്? ആ എയർ ക്ലീൻ ചെയ്യുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ എന്താണ്? എയർ കണ്ടീഷൻഡ് റൂം ആണെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആയിരിക്കും, അവർക്ക് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ ഇത്തരം എയറിലുള്ള ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്ത് ആ എയർ എങ്ങനെയാണ്? ക്ലീൻ ആക്കുന്നതിനെയാണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ പ്രോസസ് ആണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എയറിലുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്ത് എയർ ഫ്രീ ആക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എൽമ പറയാവോ? എൽമ. ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, ജെം ഫ്രീ ആയിരിക്കണം. വെരി ഗുഡ്, ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അസുഖങ്ങൾ എന്താണ്? മറ്റുള്ളവർക്ക്, പേഷ്യൻസിന് പടരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പ്രൊട്ടക്റ്റീവ് വിയർ എക്യുപ്മെന്റ്, അതായത് ഷൂസ്, കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, അതൊക്കെ നമ്മൾ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. സ്ക്രബ്സ് യൂസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം, ലൂമിനസ് ആയിരിക്കണം.
ടെമ്പറേച്ചർ കൂളായിരിക്കണം. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഓക്കെ, പറഞ്ഞു. എയർ കണ്ടീഷൻ ആയിരിക്കണം. റൂം എങ്ങനെയാണ്? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. എന്തുകൊണ്ടാണ് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയാൻ കാരണം? ബാക്ടീരിയ ഒരിക്കലും സ്പ്രെഡ് ആവും. എയർ കണ്ടീഷൻ എന്താണ്? ബാക്ടീരിയാസിന് സ്പ്രെഡ് ആവാനോ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ്, അവർ ഇനാക്റ്റീവ് ആണ്. ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ഫ്രിഡ്ജില് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ബാക്ടീരിയാസ് കയറാതിരിക്കാനായിട്ടല്ലേ? തണുപ്പുള്ള സ്ഥലത്ത് എന്താണ്? ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എയറിലുള്ള ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്ത് എയർ ക്ലീൻ ആക്കുന്ന പ്രോസസ്സിനെയാണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഇത് രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ഓപ്പറേറ്റിംഗ് റൂം എന്താണെന്ന് പഠിച്ചു. പിന്നെ ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് എന്താണെന്ന് പഠിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു. ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റും ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന സർജറി പ്രോസസ്സിന് നമ്മൾ ധാരാളം എക്യുപ്മെന്റ്സ്, ധാരാളം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരം ഡിവൈസുകളെ കുറിച്ച് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. An operating room has special equipments like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools, etc. അപ്പൊ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റെസ്പിറേറ്ററി ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, കാർഡിയാക് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്, പേഷ്യൻസ് മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് റെസ്പിറേറ്ററി ഡിവൈസ്? എന്തിനു വേണ്ടിയായിരിക്കും? റെസ്പിറേറ്ററി ഫസ്റ്റ് വൺ ആണ്. എക്യുപ്മെന്റ്സിലെ ഫസ്റ്റ് വൺ ആണ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിവൈസ്. എന്തിനു വേണ്ടിയായിരിക്കാം? ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓക്കെ, ഓക്സിജൻ മാസ്ക് ഒക്കെ ഇല്ലേ, അതേപോലെ ഒരു പേഷ്യന്റിനെ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായാൽ ആ ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് റെസ്പിറേറ്ററി ഡിവൈസസ്. ഓക്കെ, ക്ലിയർ ആണോ? ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് റെസ്പിറേറ്ററി ഡിവൈസസ്, നമ്മുടെ ഓക്സിജൻ മാസ്ക് പോലുള്ളവ. ഓക്കെ, ദെൻ കാർഡിയാക് സപ്പോർട്ട്. എന്തിനായിരിക്കാം കാർഡിയാക് സപ്പോർട്ട്? അപ്പൊ ഈ സർജറി പ്രോസസ്സിൽ ആ ടൈമില് എന്താണ്, ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസ് ആണ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുന്നത്. കാർഡിയാക് സപ്പോർട്ട് എന്താണ്? ഈ സർജറി ടൈമില് ഹാർട്ടിന്റെ പ്രോസസ്സിൽ ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി എന്തായിരുന്നു? ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് റെസ്പിറേറ്ററി ഡിവൈസസ്. കാർഡിയാക് സപ്പോർട്ട് എന്താണ്? ആ സർജറി ടൈമില് ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുന്നത്. പേസ് മേക്കർ അല്ലെങ്കിൽ CPR ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ഇപ്പൊ ആ പ്രോസസ്സിന്റെ ടൈമിൽ, ആ സർജറി ടൈമിൽ എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റ് വന്നാല് നമ്മൾ എന്ത് ചെയ്യും? CPR കൊടുക്കും അല്ലേ? ക്ലിയർ ആണോ? ഇത്തരം കാർഡിയാക് സപ്പോർട്ട്, CPR അല്ലെങ്കിൽ പേസ് മേക്കേഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. CPR എന്ന് പറഞ്ഞാൽ എന്താ? CPR ആർക്കെങ്കിലും അറിയോ? ഒരാൾ പറയൂ. CPR നമ്മള് ചെസ്റ്റിനകത്ത് പുഷ് ചെയ്തിട്ട് എന്താ പറയാ, വായു കൊടുക്കുന്നു. പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ചെസ്റ്റില് രണ്ട് കൈയും വെച്ച് അമർത്തി പുഷ് ചെയ്ത് നല്ലോണം പുഷ് ചെയ്തതിന് ശേഷം വായെ കൂടെ മറ്റൊരാള് ഓക്സിജൻ കൊടുക്കണത്, അതല്ലേ? അപ്പൊ CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, CPR. ഓക്കെ, ഇതൊരു എമർജൻസി പ്രൊസീജിയർ ആണ് അല്ലേ? അത് കാർഡിയാക് അറസ്റ്റോ ഹൃദയ സ്തംഭനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാല് ഹാർട്ടിലൂടെയും ലങ്സിലൂടെയും ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് CPR എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? റെസ്പിറേറ്ററി പറഞ്ഞു, കാർഡിയാക് സപ്പോർട്ട് പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് എന്താണ്? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസിൽ പറയുന്നത്
ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ്, ശ്വാസം നിലയ്ക്കുന്ന ഒരു അവസ്ഥ അല്ലെ, ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇത്തരം സിറ്റുവേഷൻസ്, ഇത്തരം അവസ്ഥകളിൽ എന്താണ് ആ പേഷ്യൻസിന് എമർജൻസി ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഡിവൈസുകൾ ഉണ്ട്. CPR, CPRന്റെ ഫുൾ ഫോം, ഓക്കെ, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, CARDIO, കാർഡിയോ പൾമിനറി, PULMONARY, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ, RESUSCITATION, റെസിസിറ്റേഷൻ, CPR, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. കിട്ടിയോ? ഓക്കെ. അപ്പൊ എന്തായിരുന്നു എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്? എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറോ, ഹൃദയസ്തംഭനമോ, ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആ സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളാണ്, ഉപകരണങ്ങളാണ് എന്ത് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. AED കേട്ടിട്ടുണ്ടോ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അതായത് അതിലെന്താ, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ഹാർട്ടിനെ നോർമൽ റിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹാർട്ടിലോട്ട് ഒരു ഷോക്ക്, ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ് ആണിത്, കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണിത്. അത് നമ്മൾ ടിവിയിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? മനസ്സിലായി. എന്തോ ഇപ്പൊ മനസ്സിലായി. നെഞ്ചത്ത് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ, ഒരു പിടിച്ചിട്ട് രണ്ട് സൈഡ് പിടിക്കുന്നത്. അത് തന്നെ, പഞ്ച് ചെയ്യില്ലേ, അത് നമ്മൾ ടിവിയിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഉപകരണം AED എന്ന് പറയും. അപ്പൊ ഇത്തരം ഡിവൈസുകളെയാണ് നമ്മൾ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ്, AUTOMATED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ, EXTERNAL, എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ക്ലിയർ ആവുന്നില്ല മാം. എക്സ്റ്റേണൽ കഴിഞ്ഞിട്ട് ഡി എന്താ? പറയാം, മ്യൂട്ട് ചെയ്തോളൂ. ഡിഫിബ്രിലേറ്റർ, DEFI, ഡിഫിബ്രിലേറ്റർ, BRILLATOR, ഡിഫിബ്രിലേറ്റർ. ക്ലിയർ ആണോ ഇപ്പോ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, AUTOMATED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, DEFI, BRILLATOR, AED എന്ന് പറയും അതിന്. ഓക്കെ, ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ ആണ് AED. ഹാർട്ടിലേക്ക് ഒരു എന്താണ് ഷോക്ക് കൊടുക്കുന്ന ഒരു ഡിവൈസ് ആണ് AED എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഡിവൈസുകളാണ് ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ് ഉണ്ടായാൽ ഉപയോഗിക്കാനായിട്ട് ധാരാളം ഡിവൈസുകൾ ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് AED. ഓക്കെ, അപ്പൊ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇത്തരം ഡിവൈസുകളെയാണ് നമ്മൾ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയായിരുന്നു എക്യുപ്മെന്റ്സ്? റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് ലൈക്ക് ഓക്സിജൻ മാസ്ക്, ഇപ്പൊ ശ്വാസം എന്താണ് ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ, അതാണ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസുകൾ എന്ന് പറയുന്നത്. പിന്നെ എന്തായിരുന്നു? കാർഡിയാക് സപ്പോർട്ട്, സർജറി ടൈമിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഹാർട്ടിന്റെ മെയിൻലി എന്താണ് ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ് കാർഡിയാക് സപ്പോർട്ട്. നമ്മൾ CPR പേസ് മേക്കർ പഠിച്ചു അല്ലെ? പിന്നെ എന്തായിരുന്നു? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസ്, എമർജൻസി സിറ്റുവേഷൻസിൽ ആ പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ്, ഡിവൈസുകളാണ് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസ്. അതിനൊരു എക്സാമ്പിൾ ആണ് AED. ഓക്കെ, the next one ആണ് patient monitors. Okay, next one patient monitor. എന്താണ് patient monitorsൽ? എന്തായിരിക്കാം patient monitor? ഹാർട്ട് ബീറ്റ്, പ്രഷർ, അതൊക്കെ.
ഒരു ചെറിയൊരു ടി വി പോലത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരുടെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്ത് എന്താണ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ അതും? കണ്ടിട്ടുണ്ട് മാം. എന്തോ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പേഷ്യന്റ് മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്റേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുകയും അത് പ്രദർശിപ്പിക്കുന്നതിനുമുള്ള ഒരു ഡിവൈസ് ആണ് ഇത്തരം പേഷ്യന്റ് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ BP തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലെന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതെപ്പോഴും അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് പേഷ്യന്റ് മോണിറ്റർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് എന്താണ്? ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അതായത് സർജിക്കൽ പ്രോസസ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ചില ഡയഗ്നോസ്റ്റിക് ഡിവൈസുകൾ, ചില ഉപകരണങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ചില ഡയഗ്നോസ്റ്റിക് ഡിവൈസസുകൾ ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ സർജറി ഇവാലുവേറ്റ് ചെയ്യുന്നതിനും. ആരാണ് പ്ലീസ് പ്ലീസ് മഫ്സിയ ആണോ? മ്യൂട്ട് ചെയ്യാവോ മഫ്സിയ? മഫ്സിയ എന്നാണോ ക്ലിയർ അല്ല പേര്? ഓക്കെ, ഒരാളാണ് മ്യൂട്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ട് എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്താണ്? കുഴപ്പമില്ലടാ, അറിയാതെ അൺമ്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്രോസസ്സിൽ, സർജറി പ്രോസസ്സിൽ ആ പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം, വേണ്ടേ? പിന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ചില ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? എക്സ്റേസ് മെഷീൻ. ഓക്കെ, ആ പ്രോസസ്സിന്റെ ടൈമിൽ എക്സ്റേസ് മെഷീൻസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻസ്, പേഷ്യന്റ് മോണിറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പേഷ്യന്റ് മോണിറ്റർ. പിന്നെ എന്താണ്? സർജിക്കൽ മൈക്രോസ്കോപ്പ്. ആ പർട്ടിക്കുലർ ഏരിയ മൈക്രോസ്കോപ്പിന്റെ പർപ്പസ് എന്താ? നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും അല്ലെ? ആ പർട്ടിക്കുലർ ഏരിയ വലുതായിട്ട് കാണുന്നതിന് വേണ്ടി സർജിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പൊ ഇത്തരം ഡിവൈസുകളെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സ്റേ മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് മോണിറ്റർ, അല്ലെങ്കിൽ സർജിക്കൽ മൈക്രോസ്കോപ്പ്. പേഷ്യന്റിന്റെ ആ സർജിക്കൽ പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ടേ? കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? അപ്പൊ ആ പർട്ടിക്കുലർ ഏരിയ സർജൻ ഒന്ന് വലുതായിട്ട് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യണം, അതിന് പേഷ്യന്റ് മോണിറ്റർ ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരം ഡിവൈസുകളെയാണ് എന്ത് പറയുന്നത്? ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓപ്പറേറ്റിംഗ് റൂം ആട്ടോ. ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. എന്തൊക്കെ ഉപകരണങ്ങളാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഹാസ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിവൈസ്. അതിന്റെ യൂസ് എന്താ? നമ്മുടെ ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണിത്. ഓക്കെ, ഓക്സിജൻ മാസ്ക് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ കാർഡിയാക് സപ്പോർട്ട്, ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരം ഡിവൈസുകളാണ് കാർഡിയാക് സപ്പോർട്ട്, പേസ് മേക്കർ, CPR പോലുള്ളവ. ഇതാണ് കാർഡിയാക് സപ്പോർട്ടിൽ വരുന്നത്. പിന്നെന്തായിരുന്നു? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. എന്തായിരുന്നു എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസിൽ പറയുന്നത്? ഒരു പേഷ്യന്റിന് കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറോ പോലുള്ള എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അത്തരം സിറ്റുവേഷൻസിൽ പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് എന്ത്? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. അതിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ AED ഡിസ്കസ് ചെയ്തു. പിന്നെന്താണ്? പേഷ്യൻസ് മോണിറ്റർ. പേഷ്യൻസിന്റെ എല്ലാ ഹെൽത്ത് പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് പേഷ്യൻസ് മോണിറ്റർ എന്ന് പറയുന്നത്. ദെൻ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്താണ്? ആ സർജിക്കൽ പ്രോസസ്സിന്റെ ടൈമിൽ ആ സർജറി പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും പേഷ്യന്റിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്ന ചില ടൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ഡിവൈസുകൾ ഉണ്ട്. ഇതിനെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഏതാ? സർജിക്കൽ മൈക്രോസ്കോപ്പ് ആയിരിക്കാം, പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻസ് ഉണ്ട്, പിന്നെന്താണ്?
പിന്നെ ഏതാണെന്ന് കൂടെ ഡിസ്കസ് ചെയ്തത്? പേഷ്യന്റ് മോണിറ്റർ. ഓക്കെ പേഷ്യൻസ് മോണിറ്റർ. ഇപ്പൊ സർജിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട്, പേഷ്യൻസ് മോണിറ്റർ ഉണ്ട്, പിന്നെ എന്തായിരുന്നു? എക്സ്റേ, പോർട്ടബിൾ എക്സ്റേ മെഷീൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് സം ഓഫ് ദി സ്റ്റാഫ് who work in operating theaters consist of the following. ഈ ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ എങ്ങനെയാണ്? പേഷ്യന്റും സർജൻസും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്? ആണോ? ധാരാളം സ്റ്റാഫുകൾ ഉണ്ട് അല്ലേ? ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ ആ റൂമില് ധാരാളം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതിൽ കുറച്ചെണ്ണം സം ഓഫ് ദ സ്റ്റാഫ് ആ കൊടുത്തിരിക്കുന്നത്. എല്ലാ കുറച്ച് സ്റ്റാഫുകൾ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സർജൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സർജൻസ്. സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻസ്. പറയാലോ സർജൻ എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആണ് സർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സർജിക്കൽ പ്രൊസീജിയറിൽ എങ്ങനെയാണ്? സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ സർജൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ ചെയ്യുന്നത് ആരാ? സർജൻ ആണ്. അത് ക്ലിയർ ആണ് എല്ലാവർക്കും അല്ലേ? Then anesthetists who gave anesthetics to restrain pain both before and during the operations. ആരാണ് അനസ്തെറ്റിസ്റ്റ്? അനസ്തേഷ്യന്മാരെന്ന് പറയും നമ്മൾ അല്ലേ? അനസ്തെറ്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ പേഷ്യന്റിന്റെ പെയിൻ മാനേജ് ചെയ്യുന്നതിന് അനസ്തേഷ്യ നൽകുന്നു അല്ലെ? അനസ്തേഷ്യ നൽകുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആണ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അനസ്തെറ്റിസ്റ്റ്. ഓക്കെ, ഈ അനസ്തെറ്റിസ്റ്റ് ആണ് എന്ത്? അനസ്തേഷ്യ കൊടുക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആണ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ത്രൂ ഔട്ട് ആ ഓപ്പറേഷൻ കഴിയുന്നത് വരെ, കഴിഞ്ഞാലും ഇവരുടെ അസിസ്റ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കുന്നത് എപ്പോഴാ? ഓപ്പറേഷന് മുൻപാണ് അല്ലെ? ഓപ്പറേഷന് മുൻപും ഓപ്പറേഷൻ ടൈമിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അനസ്തേഷ്യ ഡോക്ടറുടെ ഹെൽപ്പ് അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അനസ്തേഷ്യ കൊടുക്കുന്നത് സാധാരണ സർജൻസിനോ സാധാരണ ഡോക്ടേഴ്സിനോ പറ്റുമോ? അതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ വേണം. ആ ഡോക്ടറെയാണ് നമ്മൾ അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാ അനസ്തേഷ്യ കൊടുക്കുന്നത്? പെയിൻ മാനേജ് ചെയ്യുന്നതിന്, പെയിൻ ഓപ്പറേറ്റിംഗ് ടൈമിൽ ആ പെയിൻ അറിയാതിരിക്കുന്നതിനാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ അത്? നെക്സ്റ്റ് വൺ എന്താ? തിയേറ്റർ നഴ്സസ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഏതൊക്കെ സ്റ്റാഫുകളെ ഡിസ്കസ് ചെയ്തത് പഠിച്ചത്? സർജൻസ് പഠിച്ചു. പിന്നെന്താണ്? അനസ്തെറ്റിസ്റ്റ് പഠിച്ചു. ഓക്കെ, അനസ്തേഷ്യ നൽകുന്ന ഡോക്ടർ. പിന്നെന്താണ്? തിയേറ്റർ നേഴ്സ്. തേർഡ് വൺ ആണ് തിയേറ്റർ നേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അവർ തിയേറ്റർ നേഴ്സ് തന്നെയാണ് ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, തിയേറ്റർ നേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് who take care of patients throughout all 4 stages of the operations. ഓപ്പറേഷന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്റ്റേജസിലും ഈ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് ആയിരിക്കും. ഏതൊക്കെയാണ് 4 സ്റ്റേജസ് എന്ന് അറിയാമോ? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? 4 സ്റ്റേജസ്, ഓപ്പറേഷന്റെ 4 സ്റ്റേജസ് ഏതൊക്കെയാ? ഏതൊക്കെയാ 4 സ്റ്റേജസ്? ആർക്കെങ്കിലും അറിയോ? പറയൂ, അറിയാവുന്നവര് പറയൂ. പറയാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൻ? 4 സ്റ്റേജസ്, മെയിൻലി 3 സ്റ്റേജസ് ആണ് ഉള്ളത്. മെയിൻലി 3 സ്റ്റേജസ് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പൊ ഈ എല്ലാ സ്റ്റേജസിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ തിയേറ്റർ നേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ്. ഓപ്പറേറ്റിംഗ് റൂം നേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഓപ്പറേഷന്റെ എല്ലാ സ്റ്റേജസിലും ഈ പേഷ്യന്റിനെ, ഓപ്പറേഷന് വന്നിട്ടുള്ള പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 3 സ്റ്റേജസ് ആണ്. 3 സ്റ്റേജസ് ആ ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? ഓപ്പറേഷന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ട് അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ടൈം ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ നടക്കുന്ന ആ ടൈം ഉണ്ട്. ദെൻ ഓപ്പറേഷന് ശേഷമുള്ള ഒരു പീരീഡ് ഉണ്ട്. മെയിൻലി 3 സ്റ്റേജസ് ആണ്. ഓക്കെ,
അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, PHASE, ഫേസ് അല്ലെങ്കിൽ സ്റ്റേജ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? അതായത് സർജറി ഡിസൈഡ് ചെയ്തിട്ട് ആ പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ആ ഒരു കാലയളവ്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ എന്താണ് ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യുന്നു, ആ ഡിസൈഡ് ചെയ്ത് അഡ്മിറ്റ് ആകുന്നു പേഷ്യന്റ്. ആ ടൈം മുതൽ ആ പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള ആ പീരീഡാണ്, ആ കാലയളവിനെയാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ ആ ടൈം പീരീഡിനെയാണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, ചില പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അസസ് ചെയ്യും അല്ലേ? ഓപ്പറേഷന് മുൻപ് ആ പേഷ്യന്റിന്റെ അവസ്ഥ, കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അവർ അസസ് ചെയ്യും. പിന്നെന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഈ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം, ഏത് രോഗമാണോ അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്, പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷന് മുൻപ് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്താണ്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? സർജറിക്ക് മുൻപ് ആ പേഷ്യന്റിന്റെ അവസ്ഥ, കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ അസസ് ചെയ്യും. പിന്നെന്തായിരുന്നു? മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ ചെയ്യും. പിന്നെന്തായിരുന്നു? പിന്നെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓപ്പറേഷന് മുൻപ്? അനസ്തേഷ്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും ഇല്ലേ? അനസ്തേഷ്യ കൊടുക്കുന്നത് ഓപ്പറേഷന് മുൻപാണല്ലോ, അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം പ്രോസസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? മെയിൻലി 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? ഫസ്റ്റ് വൺ ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്. സെക്കൻഡ് വൺ ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഫസ്റ്റ് വൺ ആയിരുന്നു പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. സെക്കൻഡ് വൺ ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ആൻഡ് തേർഡ് വൺ എന്തായിരിക്കും? അപ്പോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. അപ്പൊ ഇത്രയും 3 സ്റ്റേജസ് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, സെക്കൻഡ് വൺ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്, തേർഡ് ഫേസ് ഏതാ? തേർഡ് സ്റ്റേജ് ഏതാ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. 3 സ്റ്റേജസ്, 3 പേരുകൾ കിട്ടിയല്ലോ. ഏതൊക്കെയാണ് 3 സ്റ്റേജസ് എന്ന്? ഓക്കെ, അപ്പൊ അതിൽ പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിൽ എന്താ പ്രത്യേകത? ആ ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്ത് ആ പേഷ്യന്റിനെ എന്താണ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള ആ കാലയളവിനെയാണ്, ആ പീരീഡിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ, ഫേസ്, PHASE, ഫേസ്. അപ്പൊ എന്തൊക്കെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലേ? ഇപ്പൊ ആ പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണോ? ഓക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അസസ് ചെയ്യും. പിന്നെന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ ചെയ്യും. പിന്നെന്താണ്? അനസ്തേഷ്യക്ക് മുൻപുള്ള പ്രിപ്പറേഷൻ ചെയ്യും. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപ് എന്താണ്? അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രീ ഓപ്പറേറ്റീവ് ഫേസിലാണ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണ്, ഫസ്റ്റ് സ്റ്റേജിലാണിത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്തായിരിക്കും? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസിൽ എന്താ പറയുന്നത്? അതായത് പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്ന ആ ടൈം മുതൽ റിക്കവറി റൂമിലോട്ട് മാറ്റുമല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൂം റിക്കവറി റൂമാണ്, ആ റൂമിലോട്ട് മാറ്റും. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്ന ആ ടൈം മുതൽ റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ആ ടൈം പീരീഡ്, അതുവരെയുള്ള കാലയളവിനെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ക്ലിയർ ആണോ? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ക്ലിയർ ആണോ? ഏതാണ്?
റൂമിൽ പ്രവേശിക്കുന്ന ടൈം മുതൽ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത് വരെയുള്ള കാലയളവാണ് അല്ലെങ്കിൽ ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ നടക്കുന്നത്, ആ സർജറി നടക്കുന്നത് ഏത് പീരീഡിലാണ്, ഏത് സ്റ്റേജിലായിരിക്കും? ഈ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസിലാണ്. ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസിലാണ് സർജറീസ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ അത്? ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, അതായത് തേർഡ് സ്റ്റേജ് ആണത്. അപ്പൊ എപ്പോഴാണ് ഈ സ്റ്റേജ് ആരംഭിക്കുന്നത്? പേഷ്യന്റ് റിക്കവറി റൂമിൽ എത്തുന്ന ടൈം മുതൽ ഈ സ്റ്റേജ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിലൂടെയാണ് ആ പേഷ്യന്റ് കടന്നു പോകുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് റിക്കവറി റൂമിലോട്ട് മാറ്റുമല്ലോ പേഷ്യന്റിനെ. ആ റിക്കവറി റൂമിൽ എത്തുന്ന ആ ടൈം മുതൽ ഈ പീരീഡ് സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആഫ്റ്റർ സർജറി കെയർ അല്ലെങ്കിൽ മുറിവിന്റെ വൂണ്ട്സ് കെയർ ഒക്കെ ചെയ്യുന്നത് ഈ ടൈമിലാണ്, ഈ സ്റ്റേജസിലാണ്. പെയിൻ മാനേജ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ സർജറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, വൂണ്ട്സ് കെയർ മുറിവുകൾ, ഇൻസിഷന്റെ മുറിവുകൾ കെയർ ചെയ്യുന്നതൊക്കെ ഈ സ്റ്റേജിലാണ്. ഈ തേർഡ് സ്റ്റേജിലാണ്. ക്ലിയർ ആയോ? ഈ 3 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു 3 സ്റ്റേജസ്? ദെൻ ആര്യ ഷിബു, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ആര്യ മാത്രം അൺമ്യൂട്ട് ചെയ്തോളൂ. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? മാം, ഫസ്റ്റ് വൺ പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. അത് ഫ്രം അഡ്മിറ്റ് ടു എൻ്റർ ഓപ്പറേഷൻ തിയേറ്റർ, ആ ഒരു ടൈമിനെയാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. അത് ഫ്രം എൻ്റർ OT ടു റിക്കവറി റൂം, ആ ടൈം പീരീഡിലാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, ഫ്രം ദ ടൈം ഓഫ് റിക്കവറി റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈം തൊട്ടുള്ളതിനെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ ആര്യ, അപ്പോ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ കുറച്ച് പ്രോസസ്സുകൾ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? പേഷ്യന്റിനെ അസസ് ചെയ്യണം, മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യണം, അനസ്തേഷ്യക്ക് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ഒന്ന് പറഞ്ഞുതരാമോ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ഒന്ന് പറഞ്ഞുതരാമോ? പറയാം. ഒരു സെക്കൻഡ് പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്താണ്? നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ റിക്കവറി റൂമിലോട്ട് മാറ്റും അല്ലെ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് മാം. ക്ലിയർ ആയില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ റൂമിൽ നിന്നും എന്താണ് റിക്കവറി റൂമിലോട്ട് ഈ പേഷ്യന്റിനെ മാറ്റും. ആഫ്റ്റർ സർജറിക്ക് ശേഷം ഈ പേഷ്യന്റിനെ എന്താണ് ഓപ്പറേഷൻ റൂമിൽ നിന്നും റിക്കവറി റൂമിലേക്ക് മാറ്റും. ഈ റിക്കവറി റൂമിൽ പേഷ്യന്റ് എത്തുന്ന ടൈം മുതലാണ് ഈ തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ റിക്കവറി റൂമിൽ പേഷ്യന്റ് എത്തുന്ന ടൈം മുതലാണ് ഈ തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഉമാദേവി, അപ്പോ നമ്മൾ പറഞ്ഞു പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ എന്തൊക്കെയാണ്? പേഷ്യന്റിനെ അസസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അനസ്തേഷ്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണ് എന്ത് ഓപ്പറേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സർജറി നടക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. തേർഡ് സ്റ്റേജ് എന്താണ്? ആഫ്റ്റർ കെയർ, സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള കെയർ കൊടുക്കുക, അല്ലെങ്കിൽ വൂണ്ട്സ് കെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത് ഈ തേർഡ് സ്റ്റേജിലാണ്. ഓക്കെ, ദെൻ വൺ മോർ സ്റ്റേജ് ഇസ് ദെയർ, പെരി ഓപ്പറേറ്റീവ്. പെരി ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞില്ലേ ഈ 3 സ്റ്റേജസ് ഇല്ലേ? ഈ 3 സ്റ്റേജസും ഇൻക്ലൂഡഡ് ആകുന്നതിനെയാണ് പെരി ഓപ്പറേറ്റീവ്. അതായത് ഫ്രം അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ്, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള ഈ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ഈ 3 സ്റ്റേജസുകളും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിൽ 4 സ്റ്റേജ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് കൂടിയുണ്ട്. അതായത് ഫ്രം അഡ്മിഷൻ തുടങ്ങി ടു ഡിസ്ചാർജ് ആകുന്നത് വരെ ആ കാലയളവിനെയാണ് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പെരി ഓപ്പറേറ്റീവ് സ്റ്റേജിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്, ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. ക്ലിയർ ആയോ? അപ്പൊ പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്താണ്? പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് PERI പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റേജസും ഇൻക്ലൂഡഡ് ആണ് അതില്.
അതായത് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള ആ കാലയളവിനെയാണ് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? അപ്പൊ എല്ലാ സ്റ്റേജിലും, ഈ 4 സ്റ്റേജിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? തിയേറ്റർ നേഴ്സ് ആണ് ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഹു ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ വാർഡ്സ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. നമുക്കറിയാം പേഷ്യന്റ് എന്താണ് റിക്കവറി റൂമിലോട്ട് മാറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിനെ പിന്നെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണം? വാർഡിലോട്ട് കൊണ്ടുപോകണം, വേണ്ടേ? അപ്പൊ വാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന വർക്കേഴ്സ് ആരാണ്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഓപ്പറേഷന് ശേഷം പേഷ്യന്റിന് എന്താണ്? വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആണോ? 4th പോയിന്റ് ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെ സ്റ്റാഫ് ആയിരുന്നു? സർജൻസ് പഠിച്ചു. സർജൻ എന്തായിരുന്നു? പെർഫോം ഓപ്പറേഷൻസ്, സർജിക്കൽ പ്രൊസീജിയേഴ്സിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആണ് സർജൻ എന്ന് പറയുന്നത്. ഈ സർജൻ ആണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സർജറി ചെയ്യുന്നത്. ദെൻ അനസ്തെറ്റിസ്റ്റ് പഠിച്ചു. എന്താണ്? അനസ്തേഷ്യയില് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. പിന്നെന്താണ്? തിയേറ്റർ നേഴ്സസ് ഈ 4 സ്റ്റേജസിലും അല്ലെങ്കിൽ മെയിൻലി ഈ 3 സ്റ്റേജസില് പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ തിയേറ്റർ നേഴ്സിനാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് അവര്. പിന്നെന്താണ്? തിയേറ്റർ സപ്പോർട്ട് വർക്കർ. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്. ഫ്രം എവിടെ നിന്നും? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വാർഡിലേക്ക്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത് എവിടെ? ആരുടെ ഡ്യൂട്ടിയാണ്? ഈ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അത് ക്ലിയർ ആയോ? ലാസ്റ്റ് വൺ എന്താണ്? ലാസ്റ്റ് അല്ല, സോറി. കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG മെഷീൻസ്. ECG ഫുൾ ഫോം എന്താ? ECG ഇലക്ട്രോകാർഡിയോഗ്രാംസ്. ഓക്കെ, ഇലക്ട്രോകാർഡിയോഗ്രാംസിൽ എന്താണ്? അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഈ കാർഡിയോഗ്രാഫേഴ്സ് ആണ്. ഓക്കെ. അതായത് മോണിറ്ററിങ് ഹാർട്ട് ഫങ്ഷൻസ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും, പേഷ്യൻസിന്റെ ഹാർട്ട് റേറ്റ്, അതിന്റെ റിതം, അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള കാർഡിയാക് ഫങ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഈ കാർഡിയോഗ്രാഫേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇലക്ട്രോ കാർഡിയോഗ്രാം വിച്ച് മീൻസ് ECG, കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് ഫങ്ഷൻസ്. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് ആ ടൈമില്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റിതം, അത് ഒരേ ലെവലിലാണോ ബീറ്റ് ചെയ്യുന്നത്, പിന്നെന്താണ് മൊത്തത്തിലുള്ള കാർഡിയാക് ഫങ്ഷൻസും മോണിറ്റർ ചെയ്യേണ്ടത് ഈ കാർഡിയോഗ്രാഫേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? Then radiographers to take X-rays if they are required. റേഡിയോഗ്രാഫേഴ്സ് എന്താണ്? റേഡിയോഗ്രാഫേഴ്സ് എന്താ ചെയ്യുന്നത്? ആവശ്യമാണെങ്കിൽ എക്സ്റേ എടുക്കുന്നത് റേഡിയോഗ്രാഫേഴ്സ് ആണ്. ഓക്കെ, അതായത് മെഡിക്കൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റേ, CT, MRI ഒക്കെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഇമേജസിന് എക്സാമ്പിൾ ചോദിച്ചാൽ എക്സ്റേ എഴുതാം, CT സ്കാൻ എഴുതാം, MRI. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഇമേജസ് എഴുതുക രോഗനിർണയത്തിന്. അതൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിന്റെ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടി ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഇത്തരം റേഡിയോഗ്രാഫേഴ്സ്. ഇവരാണ് മെഡിക്കൽ ഇമേജസ് എടുക്കുന്നത്. അതായത് എക്സ്റേ ആയിക്കോട്ടെ, CT സ്കാൻ ആയിക്കോട്ടെ, ഓക്കെ, MRI ഒക്കെ എടുക്കുന്നത് ഇത്തരം റേഡിയോഗ്രാഫേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ അത് റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. അതായത് അപ്പൊ എക്സ്റേ എടുക്കുന്നത് എന്തിനായിരിക്കാം? ഒരു ഹോസ്പിറ്റലില്, ഓപ്പറേഷൻ തിയേറ്ററില്, ഹോസ്പിറ്റലിലല്ല ഓപ്പറേഷൻ റൂമിലുള്ള സ്റ്റാഫ് ആണല്ലോ ഇവര്. അപ്പൊ ഈ റേഡിയോഗ്രാഫേഴ്സിന്റെ ഡ്യൂട്ടി എന്തായിരിക്കാം ഓപ്പറേറ്റിംഗ് റൂമില്? അതായത് എന്താണ്? അപ്പൊ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ബോഡിയിൽ മൊത്തമല്ലല്ലോ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണല്ലോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്താണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് അതിനുവേണ്ടി കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണം, വേണ്ടേ? കറക്റ്റ് ആണെങ്കിൽ മാത്രമല്ല ആ ഏരിയയിലോട്ട് എന്താണ് ഒരു ഇൻസിഷൻ ഉണ്ടാക്കി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എക്യുപ്മെന്റ്സ്. അപ്പൊ പേഷ്യന്റ് കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റേ ഹെൽപ്പ് ചെയ്യും അതിനുവേണ്ടി. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ്റേസ് എടുക്കുന്നുണ്ട് ആ ടൈമില്.
ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ എന്താണ് പോളിസി ടു എൻറ്റർ ഇൻ അൻ OPT. OPTയിൽ എൻറ്റർ ചെയ്യുന്നതിന് ചില പോളിസീസ് ഉണ്ട്, അത് വായിക്കണം. പിന്നെന്താണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ഈച്ച് ഓപ്പറേറ്റിംഗ് റൂംസ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഓക്കെ, ആ ഒരു ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്യണം. ഓക്കെ, ഈ 2 ടോപ്പിക് റീഡ് ചെയ്തിട്ട് വന്നോ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മള് എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പഠിച്ചു, അല്ലെ? എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് റൂം? ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് റൂംസ്? സർജൻസ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ആ സ്പെഷ്യൽ റൂമിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ആ റൂമിന് ചില പ്രത്യേകതകൾ എന്ന് പഠിച്ചു. എന്തൊക്കെയാണ് പ്രത്യേകതകള്? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ആ റൂം എങ്ങനെയായിരിക്കണം? ജം ഫ്രീ റൂം ആയിരിക്കണം. പിന്നെന്താണ്? എയർ കണ്ടീഷൻ റൂം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരം. പിന്നെ പഠിച്ചെന്താണ്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിച്ചു. സാന്ദ്ര, ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തായിരുന്നു? ബാക്കി ആരും അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. സാന്ദ്ര അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്തായിരുന്നു ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? സാന്ദ്രയാണോ സന്ധ്യയാണോ? സന്ധ്യ. സന്ധ്യ അല്ലേ? അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് പറയൂ എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ. ശ്രീഹരി എവിടെ? ശ്രീഹരിക്ക് പറയാമോ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്താ? ഞാൻ ചോദിക്കുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? റെസ്പോണ്ട് ചെയ്താല് പ്ലീസ് സന്ധ്യ. പറയൂ, എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? ബോഡിയിൽ എവിടെയാണോ ഓപ്പറേഷൻ ചെയ്യേണ്ട ആ ഭാഗത്ത് ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതിലൂടെ സർജറി ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്തരം മുറിവുണ്ടാക്കുന്നത്? ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഇൻസിഷൻസ്, ഇത്തരം സ്മോൾ ഇൻസിഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ മുറിവ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്. എന്താണ് മിനിമലി ഇൻവേസീവ് സർജറിക്ക് ഒരു എക്സാമ്പിൾ പറയാവോ? കീഹോൾ സർജറി. കീഹോൾ സർജറി. കീഹോൾ സർജറിയുടെ പ്രത്യേകത എന്താണ്? ഒരു ലാപ്രോസ്കോപ്പ്. എന്തോ? അപ്പൊ ഒരു ലാപ്രോസ്കോപ്പ് എന്താണ്? ശരീരത്തിലേക്ക് ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ക്യാമറയും ലൈറ്റും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലോങ് തിൻ ട്യൂബ് ആണ് ലാപ്രോസ്കോപ്പ്. ഈ ലാപ്രോസ്കോപ്പ് ആ പേഷ്യന്റിന്റെ ആ ചെറിയ മുറിവിലൂടെ, ആ സ്മോൾ ഇൻസിഷനിലൂടെ ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓപ്പൺ സർജറി ഉണ്ട്. ഓപ്പൺ സർജറി എന്താ? ലാർജ് ഇൻസിഷനിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതായത് വലിയ മുറിവിലൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പൺ സർജറിയും ഈ കീഹോൾ സർജറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കാം? ഇത് ഫ്രീ, അതെന്താണ്? ഹീലിംഗ് ആണ് അല്ലെ? പെട്ടെന്ന് കീഹോൾ സർജറി എങ്ങനെയാണ്? പെട്ടെന്ന് ഹീൽ ആവും. പിന്നെ എങ്ങനെയാണ്? പെയിൻ കുറവായിരിക്കും. പിന്നെന്തായിരുന്നു? ഒരെണ്ണം കൂടി നമ്മൾ ചെറിയ മുറിവായിരിക്കും. പക്ഷെ ഓപ്പൺ സർജറി എങ്ങനെയാണ്? അതിൽ വലിയ മുറിവുണ്ടാക്കിയതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? പെയിൻ കൂടുതലായിരിക്കും. പിന്നെന്താണ്? ആയിട്ട് താമസം ഉണ്ടാകും. ഓക്കെ, പിന്നെ നമ്മൾ റോബോട്ട് അസിസ്റ്റഡ് സർജറി പഠിച്ചു. എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി?
അതായത് സർജൻസ് ഡയറക്റ്റ് ഇത്തരം പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം റോബോട്ടിന്റെ ഹെൽപ്പ് തേടുന്നു. ഓക്കെ, റോബോട്ടിന്റെ ഹെൽപ്പോടുകൂടി ഇത്തരം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന്റെ ആ പർട്ടിക്കുലർ ഏരിയയുടെ CT സ്കാൻ എടുത്തിട്ട് അതിന്റെ 3D മോഡല് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 3D മോഡല് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിൽ വേണ്ട പ്ലാനിങ് ഒക്കെ അവർ ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ പ്ലാൻ ചെയ്യുന്നു. ദെൻ ഈ പ്ലാനിങ് ആരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിക്കുന്നു, റോബോട്ട്സിനെ കൊണ്ട്. റോബോട്ടിന്റെ സഹായത്താലും ഈ പ്ലാനിങ് എല്ലാം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഹൈ ആക്യുറേറ്റ് ആയിരിക്കും, വളരെ കൃത്യതയാർന്ന പ്രവർത്തനമായിരിക്കും റോബോട്ട് അസിസ്റ്റഡ് സർജറിയിലുള്ളത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള്. ദെൻ ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് എന്തായിരുന്നു, ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകത? ജെം ഫ്രീ എൻവയോൺമെന്റ്. ഓക്കെ, മനീഷ കണ്ടിന്യൂ. മനീഷ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അത് ജെം ഫ്രീ റൂം ആയിരിക്കും. ജെം ഫ്രീ റൂം ആയിരിക്കണം. പിന്നെന്താണ്? പിന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫ്സുകൾ അവര് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവര് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? അത് സ്ക്രബ്, സ്ക്രബ്, ഷൂസ് കവർ, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ്, ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാ വെയർ ചെയ്യണമെന്ന് പറയുന്നത്? അത് നമ്മുടെ ജെംസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെന്താ പ്രത്യേകത? പിന്നെ ആ ഏരിയ കൂൾ ആയിരിക്കണം, എയർ കണ്ടീഷൻ ചെയ്ത റൂം ആയിരിക്കണം. അത് ബാക്ടീരിയനെ നിർവീര്യം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ലൈറ്റ് എങ്ങനെയാ? ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കണം. പിന്നെ ടെമ്പറേച്ചർ വെരി കൂൾ ആയിരിക്കണം. ഓക്കെ മനീഷ. ദെൻ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. മോനിഷ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്? ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹലോ, കേൾക്കണ്ടേ മാം? കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞു. ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. റെസ്പിറേറ്ററി എക്യുപ്മെന്റ്, ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഓക്സിജൻ മാസ്ക് പോലുള്ള. ഓക്കെ, പിന്നെന്തായിരുന്നു? കാർഡിയക് സപ്പോർട്ട്. എന്തിനു വേണ്ടി അത്? അത് ഇപ്പൊ ഹാർട്ടിന്റെ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഹാർട്ട് ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ, പിന്നെന്താണ്? എമർജൻസി റിസപ്റ്റീവ് ഡിവൈസസ്. എമർജൻസി ടൈമില് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാലോ, ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാലോ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ് വന്നാലോ ആ പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. ഓക്കെ, പിന്നെന്താണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ്. അതിലെന്താ പറഞ്ഞത്? പേഷ്യന്റ് മോണിറ്ററിൽ അത് പേഷ്യൻസിന്റെ ഹെർട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഡയഗ്നോസ്റ്റിക് ടൂൾസ്. എന്താ അതിൽ പറയുന്നത്? അതില് ഇപ്പൊ എക്സ്റേ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇത് ഓപ്പറേഷൻ ടൈമിലായിക്കോട്ടെ, സർജറി ടൈമിലായിക്കോട്ടെ, സർജറി പ്രോസസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റേ, അതായത് എന്തായിരുന്നു പറഞ്ഞ, മൈക്രോസ്കോപ്പ്. ഓക്കെ, മൈക്രോസ്കോപ്പ്, അല്ലെങ്കിൽ പിന്നെ ഏതായിരുന്നു? പേഷ്യന്റ് മോണിറ്റർ. പിന്നെ ഒരെണ്ണം കൂടി ഡിസ്കസ് ചെയ്തല്ലോ, ഏതായിരുന്നു? പേഷ്യന്റ് മോണിറ്റർ, എക്സ്റേ മെഷീൻ. എക്സ്റേ മെഷീൻസ്, പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻസിനെയൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സം ഓഫ് ദ സ്റ്റാഫ്. നെക്സ്റ്റ് ടോപ്പിക്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റാഫിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെ സ്റ്റാഫിനെ പരിചയപ്പെട്ടു? ശ്രീഹരി പറയാവോ? ശ്രീഹരി, ഏതൊക്കെ സ്റ്റാഫുകളെയാ പരിചയപ്പെട്ടത്? നസീമയാണോ?
ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഏതൊക്കെ സ്റ്റാഫിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്? സർജൻ. അഞ്ജലി കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു. അഞ്ജലി. സർജൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആളാണ് സർജൻ ആയിട്ട് വരുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആയിരിക്കും. പിന്നെ അനസ്തേഷ്യനിസ്റ്റ് ഉണ്ട്. അനസ്തേഷ്യ നൽകാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ. ആള് ത്രൂ ഔട്ട് ഓപ്പറേഷനും ഓപ്പറേഷന് ശേഷവും ആളുടെ ഒരു സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ടായിരിക്കും. പിന്നീട് വന്നതാണ് തിയേറ്റർ നഴ്സ് അഥവാ ഓപ്പറേറ്റിംഗ് റൂം നഴ്സ്. ഒരു 3 മെയിൻ സ്റ്റേജിൽ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള 3 സ്റ്റേജിൽ ഈ നഴ്സാണ് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുക. പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഒരു സമയം മുതൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നത് വരെ ആളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഫിക്സ് ചെയ്യുന്ന ടൈം മുതൽ എന്താണ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് അത് ആ ഒരു പീരീഡ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ പേഷ്യന്റിനെ കുറച്ച് നമ്മൾ എന്താ പറയാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സർജറിക്ക് മുൻപുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം, മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യണം, പിന്നെ അനസ്തേഷ്യയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നോക്കണം. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. നെക്സ്റ്റ് ഫേസ് പിന്നെ വരുന്നതാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. പേഷ്യന്റ് ഓപ്പറേഷൻ റൂം തൊട്ട് റിക്കവറി റൂം വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ട് എന്താ നടക്കുന്നത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസില്? സർജറി നടക്കുന്നത് ഈ ടൈമിലാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അഞ്ജലി? തേർഡ് ഫേസ് ഏതാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ആണ്. ആ സമയത്ത് റിക്കവറി റൂമിൽ എത്തുന്ന ആ ഒരു ടൈം തൊട്ടിട്ടുള്ള പീരീഡിനെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ഫേസും കൂടി ഉണ്ട്. ഈ 3 സ്റ്റേജസും ചെയ്യേണ്ടത് നഴ്സസിന്റെ ഡ്യൂട്ടിയാണ്. ഓപ്പറേഷൻ റൂമിലുള്ള നഴ്സസിന്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു 3 സ്റ്റേജിൽ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഈ 3 സ്റ്റേജും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള ആ പീരീഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാഫ് ഏതാ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഡ്യൂട്ടി എന്താ? പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നത് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ഈ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. ഫ്രം ഓപ്പറേഷൻ തിയേറ്റർ ടു വാർഡ്. പിന്നെ കാർഡിയോഗ്രാഫേഴ്സ് ആണ്. നമ്മുടെ ECG പോലുള്ള അങ്ങനത്തെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ട് ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യേണ്ടത് ആരാണ്? കാർഡിയോഗ്രാഫേഴ്സ് ആണ്. ഓക്കെ, റേഡിയോഗ്രാഫേഴ്സ് അവര് നമ്മള് എക്സ്റേയുടെ കാര്യങ്ങള്, CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇവരാണ്. പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ കറക്റ്റ് ആണോ, എക്സ്റേ എടുക്കാനൊക്കെ കറക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ റേഡിയോഗ്രാഫേഴ്സ്. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്റേ എടുക്കേണ്ട ആവശ്യം വന്നാൽ അത് ചെയ്യേണ്ടത് ആരാണ്? റേഡിയോഗ്രാഫേഴ്സ് ആണ്. നമ്മൾ അതിനെ മെഡിക്കൽ ഇമേജസ് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാനിൽ അല്ലെങ്കിൽ MRI ഒക്കെ ഇല്ലേ, ഇതിനെയാണ് മെഡിക്കൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എന്തോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ പോളിസി ടു എൻട്രൻ ആൻഡ് OPT നെക്സ്റ്റ് ടോപ്പിക്കും കൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. അത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ മാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ മാം.
ഈ OR എക്മെന്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതൊന്ന് പറയുവോ? OR എക്യുപ്മെന്റ് ആണോ? ആ അതെ. റെസ്പിറേറ്ററി ഡിവൈസ് ആണോ? കാർഡിയാക് സപ്പോർട്ട് അതാണോ ഉദ്ദേശിച്ചത്? അതല്ല മിസ്, ഒരു ഫുൾ ഫോം പറഞ്ഞില്ലായിരുന്നാ? AED ആണോ? ആരെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേടാ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റർ. സ്പെല്ലിംഗ് വേണോ? എക്സ്റ്റേണൽ എന്തുവാ? എക്സ്റ്റേണൽ വേണ്ടിട്ട് ഡെഫിബ്രില്ലേറ്റർ. ആ ആ TEFIBRILLATOR. ആ IATO. ഓക്കെ, താങ്ക്സ്. ഓക്കെ. ഇനി ക്ലാസ് ഉണ്ടോ അടുത്തത്? അറിയില്ല, മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഒരു റെസ്പോണ്ടും ഇല്ല. ആ ടൈമും കുറച്ച് പോയായിരുന്നു.
ശരി ശരി. നെക്സ്റ്റ് ആരാ? ആ മെസ്സേജ് വന്നല്ലോ ക്ലാസ് ഇല്ലാന്ന്. ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ? ഏത് ഗ്രൂപ്പിൽ വന്നു ക്ലാസ്സിലൊന്നും? ഇപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പൊ വന്ന മെസ്സേജ് നോക്ക്. മെസ്സേജ് എല്ലാവരും മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജിൽ വന്നിട്ടുണ്ട്. ഇന്നില്ലല്ലോ, ഒരു മെസ്സേജ് പോയതുപോലെ തോന്നി. ക്ലാസ് ഇല്ലാത്തോന്ന് പറഞ്ഞു. സ്മാർട്ട് അക്കാഡമിയുടെ ഇതില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ.